നൈലിൻ്റെ കാനഡയിൽ നിന്നും നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയിൽ സംഭവിച്ച ഒരു ദാരുണമായൊരു സംഭവം, ഞങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. എടി മോളെ, നീ എപ്പോഴാണ് അവിടുന്ന് പോകുന്നത്? വൈകുന്നേരം. അപ്പം ആദ്യമേ നിനക്കൊരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയല്ലേ? അത് റെജൈനയെന്ന് വെച്ച് തന്നെ ക്യാൻസൽ ആയിപ്പോയി. വെസ്റ്റേൺ ആയിരുന്നു എയർലൈൻസ്. അത് വന്നിട്ട് ടൊറന്റോയിൽ വിന്റർ സ്റ്റോം ആണെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ആയിപ്പോയി. ടൊറന്റോയിൽ വിന്റർ സ്റ്റോം ആയത് കാരണം ആദ്യത്തെ ഫ്ലൈറ്റ് അവളുടെ ക്യാൻസൽ ആയിപ്പോയി. രണ്ടാമത് അവർ മൂസ്റ്റോയിലാണ് അവർ താമസിക്കുന്നത്. അവിടുന്ന് അവർ റെജീനയിൽ പോകണം, എയർപോർട്ടിലേക്ക്. എന്നിട്ട് അവർ മൊബൈലിൽ മെസ്സേജ് വന്നു, പക്ഷെ അവർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെജീനയ്ക്ക് പോയി. അവിടെ ടിക്കറ്റൊക്കെ ഓക്കെ ആക്കി അല്ലേ? അവര് തലേദിവസമായിരുന്നു ഫ്ലൈറ്റ് ഇങ്ങനെ ക്യാൻസൽ ആയെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ അവരുടെ ഒരു മെയിൽ മാത്രമേ വന്നുള്ളൂ, ഇങ്ങനെ ഫ്ലൈറ്റ് അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതിനൊരു അപ്ഡേറ്റ് ഉണ്ടാവും അറിയിക്കാന്ന് പറഞ്ഞിട്ട് മെയിൽ മാത്രമേ വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ചില്ല നമ്മളെ. മെയിലിന് പിന്നെ അപ്ഡേറ്റ് മെയിലായിട്ട് പിന്നെ വന്നില്ല. ഫ്ലൈറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്താണെന്നൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മാത്രം ഒരു മെയിൽ വന്നു. അല്ലാതെ വേറെ എന്താണ് അപ്ഡേറ്റ് എന്നൊരു ഡീറ്റെയിൽസ് അയച്ചില്ല. നമ്മളവരെ വിളിച്ചും ചോദിച്ചു. അപ്പോൾ അവരെടുക്കുന്നുണ്ടായില്ല. വെസ്റ്റേണിൻ്റെ എയർലൈൻസ് ആയിരുന്നു, ആരും എടുക്കുന്നുണ്ടായില്ല. പക്ഷേ വെസ്റ്റേണിൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോഴേക്കും പുതിയൊരു ഐറ്റിനറി ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ റെജൈന ടു കാൽഗറി ടു പാരീസ് ടു ദുബായ് ടു കൊച്ചി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഐറ്റിനറി എന്ന് പറഞ്ഞിട്ട് വെസ്റ്റേണിൻ്റെ സൈറ്റിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വിളിച്ചില്ല. സോ അതുകൊണ്ട് കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ സമയത്ത് തന്നെ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ഡൗട്ട് ആയതുകൊണ്ട് ആ സമയത്ത് എയർപോർട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് വെസ്റ്റേൺ എയർലൈൻസ് അവരുടെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ക്യാൻസൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർ ക്യാൻസൽ ആയിട്ടുണ്ടെന്നേ പറയുന്നത്. അവർക്ക് ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്യണം പറഞ്ഞു. പക്ഷെ നമ്മുടെ ട്രാവൽ ഏജൻറ്റ് ഇവിടുത്തെ ആളായിരുന്നു, കൊച്ചിയിലെ ആളായിരുന്നു. അവർക്ക് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടി. അവരുടെ സിസ്റ്റത്തിൽ ഇപ്പോഴും ഫ്ലൈറ്റ് ഉണ്ടെന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂസ്ഡായി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും വെസ്റ്റേണിൻ്റെ സ്റ്റാഫിനോട് ഞാൻ ഇങ്ങനെ കാണിച്ചു, ഞങ്ങളുടെ ആപ്പിൽ ഇങ്ങനെ ഒരു പുതിയ ഐറ്ററി കാണിക്കുന്നുണ്ടല്ലോ, സോ ഇത് കൺഫേംഡ് ആണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ കൺഫേം ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് അവരത് കൺഫർമേഷൻ വാങ്ങിച്ചിട്ട് അവർ സീറ്റ്സ് എന്തോ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പുതിയ ഐറ്ററി അവിടെ വെച്ചിട്ടാണ്, പുതിയ ടിക്കറ്റ് അവിടെ വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം നീ യാത്ര ചെയ്യുക അല്ലേ? അത് 16th ക്യാൻസൽ ആയത്. പിന്നെ വന്നത് 19th ആയിരുന്നു. 2 ദിവസം 19th ഉച്ച തൊട്ടായിരുന്നു. അതെ, ഉച്ചയ്ക്കായിരുന്നു. എന്നിട്ട് അവള് അവിടുന്ന് വെളുപ്പിനായിരുന്നു അല്ലേ ഫ്ലൈറ്റ്? അത് ഏത് ഫ്ലൈറ്റ് ആയിരുന്നു? അത് 16th ഫ്ലൈറ്റ് ആയിരുന്നു വെളുപ്പിനുണ്ടായിരുന്നത്. 19th വന്നത് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു. 4 o'clock ഉച്ച കഴിഞ്ഞ് കാനഡയിൽ നിന്ന് പോകുന്നു, കാൽഗറിയിലേക്ക് പോകുന്നു. ഓക്കെ, അവിടെ വരെ കുഴപ്പമില്ലായിരുന്നു. റെജൈനയിൽ കാൽഗറിയിലേക്ക് ഫ്ലൈറ്റ് റെജൈനയിൽ തന്നെ ഡിലേഡ് ആയിരുന്നു. 4:20 സ്റ്റാർട്ട് ചെയ്യേണ്ടത് 5:15 ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിന് റീസൺ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൽ റീസൺ വന്നായിരുന്നു. സ്റ്റാഫ് വേറൊരു ഡിലേഡ് ഫ്ലൈറ്റിൽ നിന്ന് വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ഫ്ലൈറ്റ് ഡിലേഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. അപ്പോൾ പക്ഷേ 5:15 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6:20 ആ റേഞ്ചൊക്കെ ആയപ്പോൾ കാൽഗറിലെത്തി. പിന്നെ എനിക്കൊരു 1 hour പ്ലസ് ഒരു ലേ ഓവർ ഉണ്ടായിരുന്നു അടുത്ത ഫ്ലൈറ്റ് ഫ്രം കാൽഗറി ടു പാരീസ് ആയിരുന്നു. അപ്പോൾ അവിടെ 1 hour ഒരു ഡിലേ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അവിടെ കാൽഗറിയിൽ നിന്നുള്ള പാരീസിൻ്റെ ഇവിടെ കയറാൻ പറ്റി. ഫ്ലൈറ്റിൽ കയറി പാരീസിൽ വന്നു. ഇല്ല, ഫ്ലൈറ്റിൽ കയറി കാൽഗറി ടു പാരീസിലേക്കുള്ള ഫ്ലൈറ്റ് തന്നെ ഡിലേഡ് ആയിരുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 45+ minutes ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അപ്പം തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം പാരീസിൽ നിന്ന് ഉള്ള ദുബായിക്കുള്ള ഫ്ലൈറ്റിന് അധികം ലേ ഓവർ ഉണ്ടായിരുന്നില്ല. 1 hour 55 minutes ഉണ്ടായിരുന്നുള്ളൂ. സോ അത് ഇവിടെ ലേറ്റ് ആകുമ്പോഴേക്കും ആ ഒരു സമയം കുറയുമല്ലേ അവിടെ. അപ്പോൾ
അതൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ പാരീസിൽ നിന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞിട്ട് 55 മിനിറ്റ്സ് 67 മിനിറ്റ്സ് കൊണ്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ എത്തിയപ്പോൾ നല്ല ഡിലേ ആയിട്ടാണ് എത്തിയത്. 1 മണിക്കൂറോ 67 മിനിറ്റ്സ് ഡിലേ ആയിട്ടായിരുന്നു പാരീസിലെത്തി. പാരീസിലെത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് വിഷമം ഉണ്ടായ ഒരു സന്ദർഭം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ് മോളെ സംഭവിച്ചത്? അവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു 1:30 ആയിരുന്നു. എനിക്ക് 2:25 ആയിരുന്നു പാരീസ് ടു ദുബായ് ഫ്ലൈറ്റ് കയറേണ്ടിയിരുന്നത്. അതെ, എമിറേറ്റ്സ്. അത് വേറൊരു എയർലൈൻസ് ആയിരുന്നു. ഇതുവരെ ഉള്ളത് വെസ്റ്റ് ജെറ്റ് ആയിരുന്നു. അടുത്തത് വേറൊരു എയർലൈൻസ് ആയതുകൊണ്ട് എന്താ പറയുക, ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ അവരോട് വെസ്റ്റ് ജെറ്റിനോട് പറഞ്ഞിരിക്കുന്നു കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്, അപ്പോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ടല്ലോ, ഇത് ലേറ്റ് ആണല്ലോ, മിസ്സാവില്ലേ എന്ന് രീതി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കണക്ഷൻ ഫ്ലൈറ്റിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ തന്നെ നോക്കുക എന്ന രീതിയിലാണ് പറഞ്ഞത്. അവിടെ മുതൽ തുടങ്ങി. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത് പുറത്ത് ആരെങ്കിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. ഏജൻസിയുടെ ആരെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? എയർലൈൻസിന്റെ ആരെങ്കിലും ലേറ്റ് ആയതുകൊണ്ട് എത്തിക്കാൻ വേണ്ടി, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. ഭാഷ അറിയാൻ പാടില്ല. ഭാഷ അറിയാം, ഇംഗ്ലീഷ് അറിയാം, മറ്റേ ഫ്രഞ്ച് ആണ് അവിടെ സംസാരിക്കുന്നത്. കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ചോദിച്ചത് സയൻസ് വളരെ എന്താ പറയാ, സൈനേജ് അതും വളരെ റൂട്ടിംഗ് സൈനേജ് എന്നൊക്കെ ഭയങ്കര പൂറായിട്ടാണ്. ഞാൻ കുറേ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് 2C എനിക്ക് 2E ഇറങ്ങിയിട്ട് വേറൊരു ടെർമിലേക്ക് പോണായിരുന്നു. അത് എങ്ങോട്ടാണ് പോണേന്ന് അവിടെ ഇൻഫർമേഷൻ വന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സയൻസും എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്ക് എൻ്റെ കയ്യിലൊരു പ്രശ്നം ഉണ്ടായത്, എനിക്ക് ബോർഡിംഗ് പാസ് ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് റജേനയിൽ കയറിയപ്പോൾ അവര് വെസ്റ്റേണിന്റെ 2 ബോർഡിംഗ് പാസ് മാത്രമേ പ്രൊവൈഡ് ചെയ്തുള്ളൂ. എമിറേറ്റ്സിന്റെ ബോർഡിംഗ് പാസ് അവർ പറഞ്ഞത് അവിടെ പോയിട്ട് കളക്ട് ചെയ്തു, പ്രശ്നം ഉണ്ടാവില്ല, ടിക്കറ്റ് ഉണ്ടല്ലോ, ഓൾറെഡി കൺഫേംഡ് ആണല്ലോ, പ്രശ്നം ഉണ്ടാവില്ല, അവിടെ പോയി കളക്ട് ചെയ്തു, സിസ്റ്റത്തിൽ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടുന്ന് തപ്പി ആദ്യമേ ഞാൻ ഒരാളോട് പോയി ചോദിച്ചു, എനിക്ക് ആ സെക്യൂരിറ്റിയുടെ എൻട്രൻസിൽ ഞാൻ പറഞ്ഞു എനിക്ക് ബോർഡിംഗ് പാസ്, എനിക്ക് ടിക്കറ്റ് ഉണ്ട്, ബോർഡിംഗ് പാസ് ഇല്ല, എന്താണ് എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടിയില്ല നിനക്ക്? അപ്പൊ ഞാൻ പാരീസിലെത്തിയിട്ട് ഞാൻ അത് ആദ്യം തന്നെ ഞാൻ അവിടെ കുറെ നടന്ന് ആ ഒരു ഏരിയയിലൊന്നും ഞാൻ ആരെയും കണ്ടില്ല, ചോദിക്കാനും ആരും ഉണ്ടായിരുന്നില്ല, സയൻസും വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മേളിലൊരു സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ എൻട്രൻസ് കണ്ടു. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് 2:25 ഫ്ലൈറ്റ് ഉണ്ട്, അപ്പോൾ എനിക്ക് സെക്യൂരിറ്റി എനിക്ക് അകത്തേക്ക് കയറണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബോർഡിംഗ് പാസ് അത് കേട്ടതില്ലാന്നോ, അപ്പോൾ ഈ ബോർഡിംഗ് പാസ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒന്നും അവിടെ കൗണ്ടർ ഒന്നും അവൈലബിൾ, ചെക്കിൻ അസിസ്റ്റൻസ് പോലത്തെ കൗണ്ടർ ഒന്നും അതിന്റെ കൗണ്ടറും ഇല്ലായിരുന്നല്ലേ? എമിറേറ്റ്സിന്റെ ഫെസ്റ്റ് 2 ആരുടെയും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ട് വീണ്ടും ഞാൻ കൗണ്ടർ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ തപ്പി നോക്കിയിട്ട് അവിടെയെങ്കിലും ഒന്നും കണ്ടില്ല. വീണ്ടും ഞാൻ അഗൈൻ സെക്യൂരിറ്റി എടുത്ത് വന്നപ്പോഴേക്കും വേറെ ആളായിരുന്നു. അപ്പൊ അയാൾ ഞാൻ വീണ്ടും ചോദിച്ചു ഇങ്ങനെ എന്റെ ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അവരെ കയറ്റി വിട്ടുമായിരുന്നു, സെക്യൂരിറ്റിക്ക് കയറ്റി വിട്ടു. അങ്ങനെ സെക്യൂരിറ്റി കഴിഞ്ഞ് ഞാൻ സയൻസ് നോക്കിയിട്ട് ഞാൻ 2C പോകേണ്ടത്. അങ്ങനെ ഞാൻ സയൻസ് നോക്കി ഞാൻ 2Cയുടെ സൈൻ നോക്കി ഫോളോ ചെയ്ത് പോയപ്പോഴേക്കും ലാസ്റ്റിലെത്തിയത് ഒരു പുറത്തേക്കുള്ള എൻട്രൻസിലായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു. അവരുടെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ 2C ടെർമിനലിലേക്ക് പോകണം, എൻ്റെ ഫ്ലൈറ്റ് EK74 ആണ്, എനിക്ക് 2:25 ആയിട്ടുണ്ട്, എന്താ പറയുക മിസ്സാവാൻ ചാൻസ് ഉണ്ട്, എന്നെ പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആൾക്കാരെ എത്തിക്കാൻ മാത്രമേ ഇതുള്ളൂ, അത് ഒരു ബസ് വരണം, ബസ് എല്ലാ 8 മിനിറ്റ് ആകുമ്പോൾ വരും, വെയിറ്റ് ചെയ്യുക, അല്ലാതെ വേറെ ഇതില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബസ് വന്നത്. ബസ് വന്നിട്ട് തന്നെ കുറേ കറങ്ങി അവിടെ 2Cയിൽ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ഡിലേ ആയി. ഇത് ഞാൻ 2:10 ആ റേഞ്ച് അങ്ങോട്ടായി ഗേറ്റിൽ എത്തിയപ്പോഴും. എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ഞാൻ കണ്ടു. അവിടെ എത്തിയപ്പോഴേക്കും എമിറേറ്റ്സുകാർ പറഞ്ഞു ടെയിലിനല്ലേ ഫ്ലൈറ്റ് എന്താ പറയുക ഗേറ്റ് ക്ലോസ് ആയിട്ടുണ്ട്, എനിക്ക് കയറാൻ പറ്റില്ല എന്ന് രീതിയിൽ പറഞ്ഞു. ഞാനവിടെ മാക്സിമം ട്രൈ ചെയ്ത് അവരോട് പറയാൻ എൻ്റെ ഫ്ലൈറ്റ് പ്രീവിയസ് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടാണ്, പക്ഷെ അവരത് കേട്ടില്ല. ഫ്ലൈറ്റ് നിങ്ങളുടെ വെസ്റ്റ് ജെറ്റിനെ കോൺടാക്ട് ചെയ്യുക, പ്രീവിയസ് ഫ്ലൈറ്റിനെ കോൺടാക്ട് ചെയ്യുക എന്നാ പറയണത്. അവർ സൊല്യൂഷൻ ഉണ്ടാക്കി തരേണ്ടതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ലഗേജ് ഞങ്ങൾ എടുത്തിട്ടില്ല, അതും വെസ്റ്റ് ജെറ്റിനെ കോൺടാക്ട് ചെയ്യാന്നാണ് അവർ പറഞ്ഞത്.
സങ്കടമായിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയി. ആ സങ്കടത്തിൽ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്കും പേടിയായി, അവിടെ കരഞ്ഞു, വിഷമിച്ചു. എന്നിട്ട് പോലും ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കിയില്ല, ആരും എന്താണെന്ന് പോലും ചോദിച്ചില്ല. പിന്നെ എന്തുകൊണ്ട് ഒരു പോലീസ് ഞാനത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്തത് കൊണ്ട് അവിടെ വെസ്റ്റേറ്റിന്റെ കൗണ്ടറൊന്നും കാണുന്നുണ്ടായില്ല. അപ്പൊ എമിറേറ്റ്സുകാരെന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വെസ്റ്റേറ്റിന്റെ കൗണ്ടർ നോക്കിയിട്ട് എവിടെയാണോ ഇറങ്ങിയത് ആ ടെർമിനലിലേക്ക് പോയി. ആ ടെർമിനലിലേക്ക് പോയപ്പോൾ അവിടെ വെസ്റ്റേറ്റിന്റെ കൗണ്ടർ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയെങ്കിലും വെസ്റ്റേറ്റിന്റെ കൗണ്ടർ കണ്ടില്ല. ഞാൻ അവിടെ ഒരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ടായപ്പോൾ ചോദിച്ചു അവരോട്. അപ്പൊ അവർ പറഞ്ഞു വെസ്റ്റേറ്റിന്റെ കൗണ്ടർ ഇല്ല, ടെമ്പററി കൗണ്ടർ അങ്ങനെ ഉണ്ടാവുള്ളൂ, നിങ്ങൾ വിളിച്ചു വെച്ചിട്ട് വിളിക്കാനാ പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് എന്താ പറയാ എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട് എന്നെ അവര് ഒരു കസ്റ്റമർ ഡെസ്ക് പോലത്തെ സെറ്റപ്പ് ആയിരുന്നു തോന്നുന്നു. പോലീസ് ഉള്ളൊരു ഡെസ്ക് ആയിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് കേസ് പറഞ്ഞപ്പോഴേക്കും അവര് എന്റെ പാസ്പോർട്ട് ചോദിച്ചു. അപ്പൊ ഇന്ത്യൻ പാസ്പോർട്ട് ആയിരുന്നു. അപ്പൊ കനേഡിയൻ പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുണ്ടാന്ന് ചോദിച്ചു, കാനഡയിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ ഉണ്ടാന്ന് ചോദിച്ചു. വിസ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ട്രാൻസ്ഫറിനാണല്ലോ വന്നത്, കണക്ഷൻ ആയിരുന്നു, ട്രാൻസിറ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് വിസ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് കുറച്ച് ഇതായിട്ട് റഫായിട്ട് കുറച്ച് റഫായിട്ട് നിങ്ങൾ എന്തിനാണ് വിസ ഇല്ലാതെ വന്നത്, ഒരു ഒരു പാസഞ്ചറിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്തിനാ വിസ ഇല്ലാതെ വന്നത്, പിന്നെ എന്താണ് നിങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങള് പുറത്തേക്ക് പോയാൽ പിന്നെ നിങ്ങൾ പുറത്തേക്ക് പോയാൽ നിങ്ങള് വിസ ഇല്ലാത്ത തിരിച്ചു കയറാൻ പറ്റത്തില്ല, അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് പുറം ഭാഗം ഏത് അകംഭാഗം ഏതെന്ന് പുതിയതായിട്ട് ചെന്ന ഒരാൾക്ക് മനസ്സിലാവുന്നില്ല. എങ്ങാനും പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് കയറ്റത്തില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പം പേടിച്ച് വിഷമിച്ച് കൊച്ചവിടെ ഇരുന്നു. 2 മണിക്കൂറോളം അവിടെ ഇരുന്നല്ലേ? ഭക്ഷണമില്ല, വെള്ളമില്ല, ഫുഡില്ല. പിന്നെ അവളുടെ ഹസ്ബൻഡ് അവിടെ ഇരുന്ന് അതും വളരെ സ്ലോയില് അങ്ങനെ വിളിച്ചിട്ട് അവരെടുക്കുന്നില്ല. ഏതാണ് വെസ്റ്റേറ്റുകാർ, കനേഡിയൻ എയർലൈൻസ്, അവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താലേ ഇനി അടുത്ത ഫ്ലൈറ്റ് കണക്ട് ചെയ്ത് അവർക്ക് ബുക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്ത് എന്തോരം പൈസ പിന്നെ നമ്മളുടെ നിന്ന് നഷ്ടപ്പെട്ട് അത് നമുക്ക് കിട്ടണം, ടിക്കറ്റ് കിട്ടണം. അത് ആ പൈസ നമ്മളുടെ നിന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അത് കൂടാതെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ കുറേ പൈസ ചിലവാകും. അങ്ങനെയൊക്കെ ചിന്തിച്ച് കൊച്ചാകപ്പാട് വിഷമിച്ചു. എന്നാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും കയറി പോന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളും വിഷമിച്ചു. അത് പിന്നെ മാർട്ടിൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. മാർട്ടിനുള്ള ഹസ്ബൻഡ് വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വിളിച്ചപ്പോൾ ഒരു പ്രാവശ്യം വെസ്റ്റേറ്റുകാരെടുത്തല്ലേ ഒരു മണിക്കൂർ സമയം തരണം എന്ന് പറഞ്ഞ് ആ സമയത്തൊക്കെ കൊച്ച് ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ലാതെ അവിടെ ഇരിക്കുക തന്നെ. മാർട്ടിൻ അവര് ഹോൾഡ് ചെയ്തിട്ട് പോയിട്ട് അവര് തിരിച്ചു വന്നിട്ട് അവര് പറഞ്ഞു ഓക്കെ ഞങ്ങള് ദോഹ വരെ ഉള്ളത് സെറ്റാക്കി തരാം എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ മാർട്ടിൻ ചോദിച്ചത് ദോഹ വരെ അല്ലല്ലോ, കൊച്ചി വരെ ഉള്ളതല്ല ടിക്കറ്റ്, കൊച്ചി വരെ സെറ്റാക്കേണ്ട ചോദിച്ചു. വീണ്ടും അവർ ഹോൾഡ് ചെയ്തിട്ട് കുറെ നേരം പോയി സംസാരിച്ചു. ഹോൾഡ് ചെയ്തിട്ട് കുറെ നേരം പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു ഓക്കെ ഇപ്പൊ ഞങ്ങൾ കൊച്ചി വരെയുള്ള ഹിസ്റ്ററി കാണുന്നുണ്ട് മാമിന്, പക്ഷെ ഞങ്ങൾ കൊച്ചി വരെ സെറ്റാക്കി തരാൻ രീതിയിൽ അവർ ഓൾട്ടർനേറ്റീവ് ഒരു എയർലൈൻ ഖത്തർ എയർവേസിലേക്കാണ് മാറ്റിയത്. അങ്ങനെ അവർ സെറ്റാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാറ്റി ചോദിച്ചു ഈ ലഗേജിന്റെ കാര്യം എന്ത് ചെയ്യും ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു അത് ഞാൻ തന്നെ പോയി കളക്ട് ചെയ്യണം. അപ്പോൾ മാറ്റി പറഞ്ഞു ഇങ്ങനെ വിസ ഇല്ലാതെ ഒരു വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വിസ ഉണ്ടാക്കിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം, വിസ ഉണ്ടാക്കാൻ അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഞാനായിട്ട് തന്നെ പോയി എടുക്കണം രീതിയിൽ പറഞ്ഞു. അപ്പോൾ മാർട്ടിനോട് പറഞ്ഞു നീ ലഗേജിന്റെ കാര്യം ഫോക്കസ് ചെയ്യണ്ട, നീ കയറി പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവർ തന്നിരുന്ന ടിക്കറ്റിന് അവർ കയറി ദോഹയിൽ വന്നു അല്ലേ? അന്ന് രാത്രി 10 മണിക്കായിരുന്നു. 2:25 ഫ്ലൈറ്റ് മിസ്സായത്. അവർ രാത്രി 10 മണിയുടെ ഫ്ലൈറ്റ് ഒരു എയർലൈൻ ഖത്തർ എയർവേസിലേക്കാണ് മാറ്റിയത്. അങ്ങനെ അവർ സെറ്റാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാറ്റി ചോദിച്ചു ഈ ലഗേജിന്റെ കാര്യം എന്ത് ചെയ്യും ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു അത് ഞാൻ തന്നെ പോയി കളക്ട് ചെയ്യണം. അപ്പോൾ മാറ്റി പറഞ്ഞു ഇങ്ങനെ വിസ ഇല്ലാതെ ഒരു വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വിസ ഉണ്ടാക്കിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം, അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഞാനായിട്ട് തന്നെ പോയി എടുക്കണം രീതിയിൽ പറഞ്ഞു. അപ്പോൾ മാർട്ടിനോട് പറഞ്ഞു നീ ലഗേജിന്റെ കാര്യം ഫോക്കസ് ചെയ്യണ്ട, നീ
കയറി പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവർ തന്നിരുന്ന ടിക്കറ്റിന് അവർ കയറി ദോഹയിൽ വന്നു അല്ലേ? അന്ന് രാത്രി 10 മണിക്കായിരുന്നു. 2:25 ഫ്ലൈറ്റ് മിസ്സായത്. ഒരു രാത്രി 10 മണിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. അത് ഖത്തർ എയർവേസിലായിരുന്നു. അത് ദോഹയ്ക്കായിരുന്നു. അത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ദോഹയിലെത്തി. അവിടെ 13 hours അവിടെ 13 hours അവിടെ ഒരു സൗകര്യങ്ങളും അവർ കൊടുത്തില്ല. ലോഞ്ചും ഫുഡ് വൗച്ചറും ലോഞ്ചും ഒന്നും തന്നില്ല. അവിടെ തന്നെ ഇരുന്ന് പിന്നെ പിന്നെ ഒരു സന്തോഷം സമാധാനം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഖത്തർ എയർവേസ് ആയതാണ് മലയാളീസിനൊക്കെ കാണാൻ പറ്റി. അതുപോലെ സഹായിക്കാനായിട്ട് ഒരു മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും നമുക്കൊരു സഹായം കിട്ടും എന്നുള്ളൊരു രീതി ആയത് കാരണം കൊച്ചിന് അവിടെ ചെന്നപ്പോൾ വിഷമമില്ലായിരുന്നു. പിന്നെ അവള് അവിടെ എയർപോർട്ടിൽ തന്നെ ഇരുന്നു 13 മണിക്കൂർ. അത് അവൾക്ക് വലിയ വിഷമം തോന്നിയില്ല. എന്ന് വെച്ചാൽ അവൾക്ക് ഫുഡോ വെള്ളമൊന്നും അല്ല, മനസ്സിന് സമാധാനമല്ലേ ആവശ്യം. അപ്പം അതുകൊണ്ട് പാരീസിലിരുന്ന പോലെയല്ല. പാരീസിലിരുന്നപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാം എന്താ പറയുന്നത്, പല ഭാഷക്കാർ ഒരു കരഞ്ഞിട്ടും പോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതൊരു വിഷമമായിരുന്നു. അത്രയും വന്നപ്പോൾ ദോഹയിൽ വന്നപ്പോൾ ആ ഒരു സമാധാനം കിട്ടി. അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ എപ്പോഴായിരുന്നു ഈ ഫ്ലൈറ്റ്? പിന്നെ അവിടെ നിന്ന് രാത്രി 7:35 ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെ 8 മണിക്ക് കൊച്ചിയിലെത്തി. ഒരു ദിവസം ലേറ്റ് ആയിട്ട് കൊച്ചിയിലെത്തി. 2:20 രാവിലെ വെളുപ്പിന് 2:20 അങ്ങനെ ഒരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു യാത്രയായിരുന്നു. കാനഡയിൽ നിന്നും കേരളത്തിലേക്കുള്ള, നമ്മുടെ രാജ്യത്തിലേക്കുള്ള ടെലിൻ്റെ യാത്ര. അത് ഞങ്ങൾക്കും അതുപോലെ തന്നെ അവൾക്കും ഒത്തിരി വിഷമമുള്ള ഒരു യാത്രയായിരുന്നു. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. അതുപോലെ തന്നെ കിട്ടിയ ലഗേജ് നമ്മൾക്ക് കിട്ടിയില്ല. അത് പോയെന്ന് വിചാരിച്ചതാ. അതുപോലെയായിരുന്നു അവരുടെ സംസാരമൊക്കെ. പിന്നെ ഇവര് പപ്പായും മാർട്ടിനും ഒക്കെ കൂടി ലെറ്ററും അതും ഇതൊക്കെ അയച്ച് ഈ മെയിലൊക്കെ അയച്ച് അവസാനം അത് ഖത്തർ എയർവേസുകാർ വളരെ സപ്പോർട്ടായിരുന്നു. അവരത് വിളിച്ച് ഏകദേശം റെഡിയാക്കി തന്നു. ഞങ്ങൾ അതെടുക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ചെന്നു. മോളെ മാത്രം ഉള്ളിലേക്ക് കൊണ്ടുപോയി അവർ എയർപോർട്ട് മാനേജറെ കണ്ട് ബോർഡിംഗ് പാസ് ഉണ്ടാക്കിയാണ് അകത്ത് കയറി. വിസിറ്റ് പാസ് ഒക്കെ എടുത്താണ് അകത്ത് പോയി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു അവരെന്താ വെച്ചാൽ ബാഗ് ഗുഡ് കണ്ടീഷനാന്ന്. കൊച്ചിനെ അറിയത്തില്ല. അവള് മേളിൽ നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഗുഡ് കണ്ടീഷനാന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ടും കൊടുത്തു. പുറത്തേക്ക് വന്ന് ഞങ്ങൾ ഇവിടെ പപ്പ നോക്കിയപ്പോഴാണ് ഒരു വീലില്ല, വലിയ നല്ലൊരു ബാഗിന് വീലില്ല. പിന്നെ ഇനി തന്നെ മറ്റേതിൻ്റെ ലോക്കും അവർ തുറന്ന ഒക്കെ പൊടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ത് പറയാനാണ് അത്. പിന്നെ അവളാ ബാഗ് കിട്ടിയ സന്തോഷത്തിന് അവളങ്ങ് എഴുതി അങ്ങ് ഒപ്പിട്ട് കൊടുത്തു. പുറത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, അതങ്ങനെ. അമേരിക്കൻ ടൂറിസ്റ്റ് ബാഗ് നല്ലൊരു ബാഗായിരുന്നു. അതങ്ങനെ നല്ലൊരു സൂട്ട് കേസായിരുന്നു. അങ്ങനെ വളരെ സങ്കടകരമായ ഒരു അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നല്ല ഖത്തർ എയർവേസ് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷേ ഞങ്ങളാ പക്ഷെ അത് കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പില്ല, എന്നാലും എല്ലാ തരത്തിലും. അതെ, ഇനി വേറൊരു പാസഞ്ചറിന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അത് ഈ കൊച്ചു പിള്ളേരൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ നീ കുട്ടിയല്ല, എന്നാൽ 2 പേരുണ്ടെങ്കിൽ നമുക്ക് അത്രയും വിഷമമില്ലായിരുന്നു. പാരീസിലെത്തിയ ആ ഒരു സന്ദർഭം ഓർക്കുമ്പോൾ സങ്കടമാണ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. ഓക്കെ, ബൈ.